കേരളത്തിലെ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ പറഞ്ഞ ഉടനെ പാർട്ടി സെക്രട്ടറിയുടെ മകനെ പിന്നെ ഏതെങ്കിലും പത്രം പറഞ്ഞാൽ അതിൻ്റെ ആരോപണത്തിന് നിർത്തേണ്ട കാര്യമുണ്ട്. അങ്ങനൊരു സംഭവം ഇല്ലല്ലോ. ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ വാർത്ത കിട്ടി? എവിടെ ചോർന്നെന്ന്? ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കത്ത് ചോർന്നിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല. അത് അയാൾ പറയുന്നത് ഞങ്ങളെന്താ വേണം? അയാൾ എന്തെങ്കിലും പറയട്ടെ, ഞങ്ങളെന്താ വേണമെന്ന്? കേരളത്തിലെ CPM ഇന്ത്യയിലെ CPM എന്ത് വേണമെന്ന് ആരും എന്തെങ്കിലും പറഞ്ഞു? സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒന്നുമില്ല. ഇത്ര സത്യസന്ധനായ മനുഷ്യൻ കേരള രാഷ്ട്രീയ രംഗത്ത് ഇന്ന് ജ്വലിച്ചിരിക്കുന്ന മനുഷ്യനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അങ്ങനെ അത് പറയട്ടെ. ഗോവിന്ദൻ മാഷെ പറ്റി എന്ത് ധാരണപക്ഷ ആർക്കാവുള്ളത്? എതിരാളികൾക്കുണ്ടോ? അദ്ദേഹത്തെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ മാധ്യമങ്ങൾ പറയുന്നതിൽ പഠിച്ചിട്ടാണോ? ഏറ്റവും സത്യസന്ധനായി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ സംശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പരാതി ഇന്ന് വരെ അദ്ദേഹത്തെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ മക്കളെ പറ്റിയോ ഭാര്യയെ പറ്റിയോ ഉന്നയിക്കപ്പെടാത്തൊരു നാട്ടിൽ ശുദ്ധ മര്യാദകളോട് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്താ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, 10 വോട്ട് കിട്ടണം. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ഇതൊന്നും മറുപടി വേണ്ട കാര്യമല്ല. CPMൻ്റെ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് ഗോവിന്ദൻ മാഷെ പറ്റി നിങ്ങൾ ആരും പറഞ്ഞു? കോടിയേരി ബാലകൃഷ്ണൻ CPM സെക്രട്ടറി ആകുന്നതിന് മുമ്പ് വല്ലതും പറഞ്ഞു? സെക്രട്ടറി ആയപ്പോഴാണല്ലോ മികച്ച ആഭ്യന്തരമന്ത്രി എന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞത്. നിങ്ങൾ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ആരോപണം ഉണ്ടായിരുന്നു? മികച്ച ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി, മികച്ച സഹകരണ മന്ത്രി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖമായ പത്രം അദ്ദേഹത്തെ പറ്റി ഒരു റൈറ്റപ്പ് എഴുതി. മന്ത്രിസ്ഥാനത്ത് നിന്ന് അത് ഒഴിയുമ്പോൾ അത് അവരുടെ കണ്ണുനീരിങ്ങനെ തൂകി അവരെഴുതി. എന്തുവാ പിണറായി വിജയൻ്റെ മഹത്വം. എന്നിട്ട് ആ പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ നിങ്ങൾ വലിച്ചു കീറി ഒട്ടിച്ചില്ലേ? അപ്പോൾ ഗോവിന്ദൻ മാഷ് ഇപ്പോൾ CPM സെക്രട്ടറി ആയതുകൊണ്ടാണ് പ്രശ്നം. CPM സെക്രട്ടറി ആയിരുന്ന ആരെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യും. അവരെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അവരുടെ കൂടെ CPMനെ താർക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി അതിനൊക്കെ അതിജീവിച്ച പാർട്ടിയാണ് കേരളത്തിലെ CPM. ഇത്തരം ഒരു അർത്ഥമുണ്ടോ? നിങ്ങൾ 3 ദിവസമായിട്ട് പത്രങ്ങൾ എഴുതുന്നല്ലോ. ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ? പറ. CPMൻ്റെ ഏത് നേതാവ് എന്ത് അഴിമതി നടത്തി? ഏതാണ്ട് ഒരുത്തൻ പിന്നെ എന്തോ ലണ്ടനിൽ നിന്ന് എങ്ങാണ്ട് വന്ന് ഒരുത്തൻ, അവൻ കുഴപ്പക്കാരനാണ്, ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ അവനെ കയറ്റിയില്ല. നിങ്ങൾക്ക് എന്താ വിഷമെന്ന്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരുപാട് ആളുകൾ പിന്നെ അതിൽ കുഴപ്പം കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്ത് വിടും. അവൻ ഉടനെ വാർത്ത കൊടുത്തു, ഉടനെ ചോർന്നു. എന്താ ചോരാൻ? MA ബേബിക്കുന്നതാണ് പണി. ഇങ്ങനെയുള്ള ഏതെങ്കിലും വായി നോക്കി അയക്കുന്ന കത്തെല്ലാം എടുത്ത് പരിശോധിക്കുക. MA ബിയുടെ ജോലി അവിടെ എടുത്തിട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുത്ത് കാണും പോയി പരിശോധിക്കാൻ. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാണോ? കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങൾ, ഈ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന രണ്ടാം തരം നിലപാടുകൾ, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ആർക്കും സമയമില്ല. ഒരു പത്രത്തിൻ്റെ ഏതാണ്ട് 4 പേജ് പൂർണ്ണമായി ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുക. അതിനകത്തൊന്നുമില്ല, ഒരു കണ്ടൻറ്റും ഇല്ല, ഒരു ഉള്ളടക്കവും ഇല്ല. ആ മൊത്തം വായിച്ചാൽ ഉള്ളി പൊളിച്ച പോലെയുള്ളൂ. എന്നിട്ട് ചോദിക്കുക CPM സംസ്ഥാന സെക്രട്ടറി മകൻ. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമോ? നല്ല ഒന്നാം തരം കലാകാരനയാൾ. സിനിമാ രംഗത്ത് ഏറ്റവും വളർന്നു വരുന്നൊരു പ്രതിഭയാണ്. ചുമ്മാ വെറുതെ അവരെയൊക്കെ നശിപ്പിക്കാതെ അവരൊക്കെ വളർന്നു വരട്ടെ. അതുകൊണ്ട് പൂർണ്ണമായും പുച്ഛിച്ച് തള്ളുന്നു.